എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ 19-നാണ്. മലയാളികളുടെ വായനാശീലത്തിന് നേതൃത്വം നൽകിയ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് അന്ന് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ആ ദിവസത്തിലേക്ക് കുറേ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ്? ആൻസർ PN പണിക്കർ. 2, PN പണിക്കരുടെ ജന്മസ്ഥലം ഏത്? ആൻസർ നീലംപേരൂർ, ആലപ്പുഴ. 3, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ PN പണിക്കർ. 4, വായനാ ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ആൻസർ ജൂൺ 19. 5, വായനാ വാരം സാധാരണയായി എത്ര ദിവസം നീണ്ടു നിൽക്കും? ആൻസർ 7 ദിവസം. 6, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ആൻസർ PN പണിക്കർ. 7, പുസ്തകങ്ങളുടെ വീട് എന്നറിയപ്പെടുന്നത് എന്ത്? ആൻസർ ഗ്രന്ഥശാല. 8, ഇന്ത്യയിലെ ദേശീയ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. 9, മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ആൻസർ കുന്തലത. 10, കുന്തലത എഴുതിയത് ആര്? ആൻസർ അപ്പു നെടുങ്ങാടി. 11, മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏത്? ആൻസർ ഇന്ദുലേഖ. 12, ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? ആൻസർ ചന്തുമേനോൻ. 13, മലയാളത്തിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? കുമാരനാശാൻ. ആടുജീവിതം എഴുതിയത് ആര്? ബെന്യാമിൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയുടെ രചയിതാവ് ആര്? OV വിജയൻ. 16, രണ്ടാം ഊഴം എഴുതിയത് ആര്? ആൻസർ MT വാസുദേവൻ നായർ. 17, മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആര്? ആൻസർ G ശങ്കരക്കുറുപ്പ്. 18, ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള കൃതി ഏത്? ആൻസർ ഓടക്കുഴൽ. 19, എൻ്റെ കഥ എഴുതിയത് ആര്? ആൻസർ കമലാദാസ്. 20, ബാല്യകാലസഖിയുടെ രചയിതാവ് ആര്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. 21, പാത്തുമ്മയുടെ ആട് എഴുതിയത് ആര്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. 22, ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? തകഴി ശിവശങ്കരപ്പിള്ള. 23, ഓടയിൽ നിന്ന് എഴുതിയത് ആര്? ആൻസർ P കേശവദേവ്. 24, മലയാളത്തിലെ ആദ്യ അച്ചടിച്ച പുസ്തകം ഏത്? ആൻസർ സംക്ഷേപ വേദാർത്ഥ്യം. 25, ലോക പുസ്തക ദിനം ഏത് തീയതിയിലാണ്? ആൻസർ ഏപ്രിൽ 23. 26, ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏത്? ആൻസർ യുനെസ്കോ. 27, ഗീതാഞ്ജലിയുടെ രചയിതാവ് ആര്? 26, ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏത്? ആൻസർ യുനെസ്കോ. 27, ഗീതാഞ്ജലിയുടെ രചയിതാവ് ആര്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. 28, നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ സാഹിത്യകാരൻ ആര്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. 29, ഹാരി പോട്ടർ പരമ്പരയുടെ രചയിതാവ് ആര്? ആൻസർ JK റൗളിംഗ്. 30, റോബിൻസൺ ക്രൂസോ എഴുതിയത് ആര്? ആൻസർ ഡാനിയൽ ഡെഫോ. 31, ഡോൺ ക്വിക്സോട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ മൈക്കൽ D സെർവാന്റസ്. 32, മാൽഗുഡി ഡേയ്സ് എഴുതിയത് ആര്? ആൻസർ RK നാരായൺ. 33, ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ രചയിതാവ് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. 34, വിങ്സ് ഓഫ് ഫയർ ആരുടെ ആത്മകഥയാണ്? ആൻസർ APJ അബ്ദുൽ കലാം. 35, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ ആത്മകഥ ഏത്? ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അഥവാ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. 36, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അഥവാ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എഴുതിയത് ആര്? ആൻസർ മഹാത്മാഗാന്ധി. 37, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
ആൻസർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 38 ആധ്യാത്മ രാമായണം രചിച്ചത് ആര്? ആൻസർ തുഞ്ചത്ത് എഴുത്തച്ഛൻ. 39 കൃഷ്ണഗാഥ എഴുതിയത് ആര്? ആൻസർ ചെറുശ്ശേരി നമ്പൂതിരി. 40 കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ തൃശൂർ. 41 ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമേള ഏതാണ്? ആൻസർ ന്യൂഡൽഹി ലോക പുസ്തകമേള. 42 ഗ്രന്ഥശാല ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആൻസർ SR രംഗനാഥൻ. 43 ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ പുസ്തകങ്ങളുടെ പ്രാധാന്യം. 44 ഇ ബുക്ക് എന്നത് എന്താണ്? ആൻസർ ഇലക്ട്രോണിക് പുസ്തകം. 45 വായന മനുഷ്യരിൽ വളർത്തുന്ന പ്രധാന ഗുണം ഏത്? ആൻസർ അറിവും ചിന്താശേഷിയും. 46 പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ ഉപകരണം ഏത്? ആൻസർ റീഡർ അല്ലെങ്കിൽ ടാബ്ലറ്റ്. 47 ദിനപത്രങ്ങൾ വായിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന നേട്ടം എന്ത്? ആൻസർ സമകാലിക അറിവ്. 48 വായനാശീലം വളർത്താൻ ഏറ്റവും നല്ല മാർഗം ഏത്? ആൻസർ ദിവസേന വായിക്കുക. 49 കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആര്? ആൻസർ മാതാപിതാക്കളും അധ്യാപകരും. 50 വായനാ ദിനത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ആൻസർ വായനയിലൂടെ അറിവും വ്യക്തിത്വ വികാസവും നേടുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.